എമ്മിന്റെ കാരണവരോ അല്ലെങ്കിൽ കാരണവത്തിന്നോ കാരണഭൂതനെന്നോ ഒക്കെ വിളിക്കാൻ CPMകാർക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ശ്രീ പിണറായി വിജയനെ കേരളത്തിൻ്റെ കാരണവർ എന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് ആർക്കും ഇതേവരെ മനസ്സിലായിട്ടുമില്ല. കാരണം അദ്ദേഹം കേരളത്തിന് ചെയ്ത ഏതെങ്കിലും ഒരു സേവനത്തിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ഏതെങ്കിലും വികസനത്തിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഈ കേരളത്തിനുണ്ടാക്കിയ ഏതെങ്കിലും പ്രൗഢിയുടെ പേരിലാണോ, എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ കാരണവർ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീ MA ബേബിയെ പോലെ ഒരാൾ, അദ്ദേഹം CPMൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ കേരള ഘടകത്തിൻ്റെ എന്തോ ഒരു സഹായം വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് മുഖ്യമന്ത്രി ഒന്ന് പൊക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ശ്രീ MA ബേബി ഇപ്പോൾ ഒന്ന് പുകഴ്ത്തി കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊരു തമാശ കണ്ടതുപോലെ, എന്തിനാണ് MA ബേബി ഇത്രയും കുനിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് നിവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ പോലെ, ഈ നിവരുമ്പോൾ കാരണവരൊക്കെ എവിടെയായിരിക്കുമെന്നുള്ളത് ഇനി ചരിത്രം വ്യക്തമാക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഒരു കാര്യം പറയാം, CPMൻ്റെ കാരണവർ എന്നൊക്കെ വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരിക്കലും ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ കാരണവരല്ല. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പൊതുപ്രവർത്തകനുമാണ്. കാരണം SNC ലാവ്ലിൻ കേസ് അത് ഈ ദിവസം വരെ തീർന്നിട്ടില്ല എന്നത് മാത്രമല്ല, കേന്ദ്രവുമായിട്ടുള്ള ഒത്തുകളിയുടെ പേരിൽ മാത്രം അത് കോടതിയിൽ നിന്ന് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തെ തന്നെ നടുക്കിയ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആരോപണത്തിൻ്റെ കുന്തമന ഇപ്പോഴും എത്തി നിൽക്കുന്നത് ശ്രീ പിണറായി വിജയനിലാണ്. കാരണം ശ്രീ TP ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്തതിന് ശേഷവും TP ചന്ദ്രശേഖരനെ സ്വന്തം പ്രസംഗങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കൊല ചെയ്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. കാരണം കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കുലംകുത്തി എന്ന് വിളിക്കാൻ ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുസമൂഹത്തിനുള്ളിൽ പുതിയ പദാവലികൾ, അത് പരനാറി എന്നും നികൃഷ്ടജീവി എന്നുമൊക്കെയുള്ള പുതിയ പദാവലികൾ ഒരു പൊതുസമൂഹത്തിന്, ഒരു പുരോഗമന പൊതുസമൂഹത്തിന് ചേരാത്തവണ്ണമുള്ള പദാവലികൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അത് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം CPMകാർ വാഴ്ത്തിപ്പാടുന്നതല്ലാതെ ഒരു പേരിന് ഒരു വികസനവും, അതായത് ഈ നാടറിയുന്ന നാട്ടിലെ നാട്ടുകാരെ നാളെ തിരിച്ചറിയാൻ സാധിക്കുന്ന, നാളത്തെ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു വികസനവും ചെയ്യാത്ത മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ. ഏറ്റവും അവസാനമായി ഏറ്റവും വലിയ ദുർബലനായ ഒരു ഹോം മിനിസ്റ്ററായി പിണറായി വിജയൻ മാറി എന്നുള്ളതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണം ഇന്നത്തെ പത്രസമ്മേളനമാണ്. കാരണം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ശ്രീ അയ്യപ്പദാസ് പിണറായി വിജയന്റെ മകളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടത് വെളുപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമാണല്ലോ, എന്താണ് ഇപ്പോ അദ്ദേഹം ഈ കേസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്രീ വീണ വിജയൻ കൈക്കൂലിയായി ആണ് പണം മേടിച്ചത് എന്നുണ്ടെങ്കിൽ അതൊരു അഴിമതിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അവർ മേടിക്കാത്ത, അല്ലെങ്കിൽ അവർ കൈക്കൂലി മേടിക്കാത്ത, അഴിമതി കാണിക്കാത്ത ഒരു വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണ്. ഇന്ന് മാധ്യമ പ്രവർത്തകർ, ഞാൻ ആ പത്രസമ്മേളനം കേട്ടതാണ്, 5 തവണയാണ് ചോദിച്ചത് ഇത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ എന്ന്. പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ സംഘപരിവാറിന്റെ വിനീതദാസനായി വിജയൻ മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു ദുർബലനായ ഹോം, അതായത് വീട്ടിലെ മിനിസ്റ്റർ മാത്രമായി മാറിയതാണ്. ഇപ്പൊ കേരളത്തിന്റെ ലഹരിയുടെ കാര്യത്തിൽ 2016 ശേഷം ഏറ്റവും വലിയ വർധനമാണ് കേരളത്തിൽ ഉണ്ടായത്. ഇത്ര വലിയ ഡബിൾ ചങ്ങനായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? ഇപ്പൊ കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തിൽ നിങ്ങൾക്കറിയാം, 957 മുതൽ 2015 വരെ കേരളത്തിൽ ആകെ അനുവദിച്ച ബാറുകളുടെ എണ്ണം 432 ആണ്. പക്ഷേ പിണറായി വിജയന്റെ 8 കൊല്ലക്കാലത്തിന് ഉള്ളിൽ കേരളത്തിൽ അനുവദിച്ച ബാറുകളുടെ എണ്ണം 476 ആണ്. എന്ന് പറഞ്ഞാൽ 19 കൊല്ലം CPMും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിൽ അനുവദിച്ച അത്രയും ബാറുകളാണ്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ കാണും. പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ തോന്നുന്നതിൽ എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് അഭിപ്രായമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാരണവരെന്നോ, അവർക്ക് കുഞ്ഞെന്നോ, അവർക്ക് കാരണഭൂതനെന്നോ, അവർക്ക് ക്യാപ്റ്റനെന്നോ എന്ത് വേണമെങ്കിലും തോന്നാം. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിലേട്ട് ആ വാക്കുകളൊന്നും കടത്തിവിടാൻ ദയവായി ഇവർ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ 2 കാരണങ്ങൾ, ഒന്ന് പ്രളയം. ശ്രീ അയ്യപ്പദാസ്, ഈ പ്രളയത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഇവിടെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഉണ്ടായത്. അതായത് കേരളത്തിൽ ഡാമുകൾ കൃത്യമായി തുറക്കാത്തത് കാരണം വേലിയേറ്റത്തിന്റെ സമയത്ത് ഡാമുകൾ തുറന്ന് വെള്ളം അവിടെ ചെന്നപ്പോൾ ആ വേലിയേറ്റത്തിന്റെ സമയത്ത് വീണ്ടും വെള്ളം തിരിച്ചടിച്ചാണ് പറവൂരും എറണാകുളത്തും ആലുവയിലും പോലുള്ള പ്രദേശങ്ങളിൽ വലിയ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിയ പ്രളയം എത്തിയത്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സർക്കാരിന്റെ അനാസ്ഥയാണ് എന്നുള്ളത് ഹൈക്കോടതി നിയമിച്ച കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ ഉള്ളപ്പോൾ, അത് മാത്രമല്ല ഇപ്പൊ പ്രളയം നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണല്ലോ ഞാൻ, അയ്യപ്പദാസിന് അറിയാമല്ലോ. എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ
വെള്ളം കയറിയ വ്യക്തിയാണ് ഞാൻ. ഈ വെള്ളം കയറിയപ്പോഴൊക്കെ 8 മണി വാർത്താ സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞു. എന്റെ പൊന്ന അയ്യപ്പദാസെ, വെള്ളം കയറി കഴുത്തിനോളം വെള്ളം പറ്റി കിടക്കുമ്പോൾ കറണ്ടുമില്ല, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ 8 മണി വാർത്ത ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസെ? അന്ന് അയ്യപ്പദാസെ അങ്ങനെയല്ല. ഒരു ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാലോ ഒരു നായകൻ എന്ന് പറഞ്ഞാലോ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥ നായകർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാക്കി ആ ദുരന്തം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ രക്ഷകനാകും എന്ന് പറഞ്ഞവരെ നായകർ എന്ന് ചരിത്രത്തിൽ ഒരിടത്തും വിളിച്ചിട്ടില്ല. ഇനി നിങ്ങൾ കോവിഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ കോവിഡിൽ എന്തോ വലിയ രീതിയിൽ കേരളത്തിന്റെ സർക്കാർ ചെയ്തു എന്ന് പറഞ്ഞു. ശ്രീ അയ്യപ്പദാസ്, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അത്രയും പോലും ആരോഗ്യ സംവിധാനങ്ങളില്ലാതിരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും മരണം ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിൽ ഇത്രയധികം മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ സർക്കാർ കോവിഡിന്റെ സമയത്ത് എന്തോ വലിയ കാര്യം ചെയ്തതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? ശ്രീ അയ്യപ്പദാസ്, നമ്മൾ കണക്കുകളും വസ്തുതകളും വെച്ചല്ലേ പരിശോധിക്കേണ്ടത്, അല്ലാതെ PR വർക്കിന്റെ മാഹാത്മ്യം വെച്ചല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അതൊക്കെ ചിന്തിക്കാം. ഇവർക്ക് പ്രളയത്തിൽ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ കൈ നീട്ടി വെച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തിയെന്ന് ആലോചിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കോവിഡിന്റെ സമയത്ത് ഇവരാണ് എല്ലാം കോവിഡിന്റെ സമയത്ത് വിജയിപ്പിച്ചെടുത്തതെന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ചിലവാകുന്ന വസ്തുതയല്ല. കാരണം കോവിഡിന്റെ കണക്ക് വളരെ കൃത്യമായി പുറത്തു വന്നു. കേരളമാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമത് മരണം നടന്നതെന്ന് വ്യക്തമായി. കോവിഡിന്റെ സമയത്ത് സാധനങ്ങൾ മേടിച്ചതിലെ അഴിമതി ഈ സർക്കാർ എത്രമാത്രം നടത്തി എന്നുള്ളത് നമുക്ക് അസൂയ തോന്നും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട്. കാരണം എന്താ, കേരളത്തിൽ ഇത്രയധികം അഴിമതി നടത്തിയിട്ടും ഇങ്ങനെ ഇത്രയും വലിയ മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും സ്വന്തം ഓഫീസിലെ ഏറ്റവും അടുത്ത സ്റ്റാഫ് തന്നെ 112 ദിവസം ജയിലിൽ കിടന്നിട്ടും ഈ രാജ്യത്ത് ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ മാത്രമാണ്. അതിൽ ഈ ലോകത്തിലെ എല്ലാവർക്കും അസൂയ തോന്നും. കാരണം എന്താ, ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് ഇത്രയും അഴിമതി കാണിച്ചിട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് മാസപ്പടി കേസ് വരെ അതിനകത്ത് 112 ദിവസം സ്വന്തം PA തന്നെ ജയിലിൽ പോയി. എന്നിട്ടും ഇതേവരെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വീടിന്റെ അടുക്കലേക്ക് എത്തി നോക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ അസൂയ തോന്നും. പിന്നെ അദ്ദേഹം ഇവിടെ കുറെ ഈ CPM നുണ ഫാക്ടറിയിലെ ക്യാപ്സ്യൂളുകൾ കൊണ്ടങ്ങ് നിരത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു GDP ഗ്രോത്ത് റേറ്റിൽ കേരളമാണ് ഈ കൊല്ലം ഏറ്റവും ഒന്നാമത്. ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ അത് നോക്കുമ്പോൾ ഹിന്ദുവിന്റെ ഏറ്റവും പുതിയ ഏത് കാരണം കൊണ്ട് പിണറായി വിജയന്റെ വീടിനകത്തേക്ക് ഈ പറഞ്ഞ ഏജൻസികൾ പോകുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസ് അതിലെന്താ, ശരി, ശിവശങ്കർ അകത്ത് പോയി നടപടിയെടുത്തു. ഇതിൽ ഏത് പോയിന്റാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്നത്? അങ്ങനെ ഒരു ബോധ്യം കേരള സമൂഹത്തിന് മുന്നിൽ നിർത്താൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും ഏജൻസിക്ക് പറ്റിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നത് കള്ളക്കളി മാത്രം, കള്ളക്കളി കൊണ്ട് മാത്രമാണോ? അതായത് ഇപ്പോൾ ശ്രീ അയ്യപ്പദാസ്, സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ പോയി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതും അതുൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തിയതും ഈ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ പോയ ഒരു വിഷയത്തിൽ ഈ രാജ്യത്ത് ഇത്രയധികം പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഒരു പൊടിയോ തങ്ങലോ കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ വീട് മാത്രമല്ല അവരുടെ വീട്ടിലെ വേലക്കാരുടെ വരെ വീട് റെയ്ഡ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്രയധികം ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. 2 മാസപ്പടി കേസ്. ഒരു സേവനവും കൊടുക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം മേടിച്ചത് എന്ന് വിവിധ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് ഇപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് തന്നെയുണ്ട്. 2 SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ട്. ഇത്രയും ഉണ്ടായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്ന് എഴുതി വെച്ചിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീ അയ്യപ്പദാസ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് 5 തവണ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചു, ഇത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. കാരണം എന്താ, ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയോടും BJPയോടും എങ്ങനെ പ്രതികാര നടപടി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഇത് കാണുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് അസൂയ
അസൂയ തോന്നും. കാരണം ഇത്രയും അഴിമതി നടത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള സ്ക്രൂട്ടിനി ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. പിന്നെ ഞാനിപ്പോ രണ്ടാമത് അദ്ദേഹം കുറെ കണക്ക് പറഞ്ഞു. GDP ഗ്രോത്ത് റേറ്റിൽ കേരളം കൂടുതലാണ്. ഏത് GDP ഗ്രോത്ത് റേറ്റിലാണ്? നിങ്ങൾ പറയൂ. കണക്ക് വെച്ച്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഏത് സംസ്ഥാനത്തിനാണ്? തമിഴ്നാട്ടിലാണ്, 9.69%. രണ്ടാമത് ഏറ്റവും കൂടുതൽ എക്കണോമിക് റേറ്റ് ആർക്കാണ്? 8.21% ആന്ധ്രാപ്രദേശിനാണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ പോലുമില്ലാത്ത കേരളത്തെയാണ് CPM-ന്റെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയതോ ക്യാപ്സ്യൂൾ നിന്നിട്ട് ശ്രീ കെ അനിൽകുമാർ ഇവിടെ വരുന്നത് ഇത് ഞങ്ങൾ എന്തോ വലിയ മഹിമ ചെയ്തു, ഇവിടെ GDP ഗ്രോത്ത് റേറ്റിൽ കേരളം അങ്ങ് ഉയർന്നു പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ കാർന്നവർ എന്നൊക്കെ വിളിക്കും. ഇതേവരെ ഞാൻ പോയി ഉമാ തോമസിനോട് ചോദിക്കണം, ചാണ്ടി ഉമ്മനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ശ്രീ ഉമാ തോമസ് ഒരു വേദിയിൽ നിന്ന് താഴെ വീണതിന്റെ ഒന്നാമത്തെ കാരണക്കാരാണ്? അവിടെ ചെക്ക് ചെയ്യാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥരാണ്. കാരണം എന്താ? ഇത്രയധികം സുരക്ഷാ വലയമില്ലാതെ ഒരു വേദി കെട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ആദ്യത്തെ കുറ്റക്കാർ. അതെന്തും ആയിക്കൊള്ളട്ടെ. ശ്രീമതി ഉമാ തോമസ് തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, എന്താണ്, ഞാൻ അവിടെ വീണപ്പോ അവിടെ ഒരു മന്ത്രി ഇരിക്കുന്നുണ്ടായിരുന്നു, ആ മന്ത്രിക്ക് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചില്ല എന്ന് ഉമാ തോമസ് പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഇന്റർവ്യൂവിലല്ലേ പറഞ്ഞേ? ഇനി അതും വേണ്ട, ഉമാ തോമസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടല്ലോ, അവിടെ ഒരു നടി ഉണ്ടായിരുന്നു, ദിവ്യ ഉണ്ണി. ആ ദിവ്യ ഉണ്ണി അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും സ്കിപ്പ് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് പോകാൻ സാധിച്ചു. പിന്നെ ഒരു മുഖ്യമന്ത്രി ഉമാ തോമസ് ഒരു MLA വീണ് കിടക്കുമ്പോ അവരെ ആശുപത്രിയിൽ വന്ന് കാണുന്നത് എന്തോ മഹത് കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയക്കാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സാമാന്യ മര്യാദയാണ്. അതിനൊക്കെ ശ്രീ കെ കരുണാകരനും EK നായനാരും തമ്മിലുള്ള ആശുപത്രിയിലെ സംഭാഷണങ്ങളുടെയൊക്കെ ആർക്കൈവ്സ് വീഡിയോ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് ശ്രീ കെ അനിൽകുമാർ കണ്ടാൽ ശ്രീ പിണറായി വിജയൻ ഒരു മഹത് വ്യക്തിയാണ് എന്നുള്ള തോന്നലൊക്കെ അങ്ങ് മാറിക്കോളും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എന്തോ പ്രതികാര നടപടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങളാരും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ ആക്രമിച്ചിട്ടില്ല എന്ന്. ഞാൻ ഇനി അത് പറയുന്നില്ല. കാരണം എന്താ? പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അല്ലേ സാർ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ വേഷം കെട്ടിക്കൊണ്ട് DYFIക്കാർ ഇവിടെ ഒരുപാട് പൊറാട്ട് നാടകം കാണിച്ചതാണല്ലോ, ഞങ്ങൾ കണ്ടതാണല്ലോ. അത് മാത്രമല്ല, കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾ പിണറായി വിജയന്റെ സംസ്ഥാന സെക്രട്ടറിഷിപ്പിൽ ഇരിക്കുമ്പോഴല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ നേരിട്ട് അധിക്ഷേപിക്കുന്ന പ്രസംഗം നടത്തിയത്? എന്റെ അത് മറന്നുപോയോ ശ്രീ കെ അനിൽകുമാർ? ഞങ്ങൾ ആരെങ്കിലും ശ്രീമതി വീണ വിജയനെതിരെ അങ്ങനെ അവരുടെ വ്യക്തിപരമായ മോറൽ വിഷയങ്ങളെ സ്പർശിക്കുന്ന ഒരു പ്രസ്താവനയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ശ്രീ മുഹമ്മദ് റിയാസിനെ വിമർശിക്കും, ശ്രീ പിണറായി വിജയനെ വിമർശിക്കും, അവരുടെ അഴിമതിയെ വിമർശിക്കും എന്നുള്ളതല്ലാതെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി ഒരൊറ്റ കാര്യം ഞങ്ങൾ ആരെങ്കിലും നിയമസഭയുടെ അകത്തോ പുറത്തോ മാധ്യമങ്ങളിലോ ഞങ്ങളെപ്പോലുള്ള വക്താക്കളോ ആരെങ്കിലും ഒരു തവണയെങ്കിലും ശ്രീമതി വീണ വിജയനെ കുറിച്ച് ഒരു വാക്കുകൊണ്ട് പോലും മോശം സംസാരിച്ചിട്ടുണ്ടോ? പക്ഷേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളൊക്കെ കേരളത്തിന്റെ ചാനലുകളുടെ ആർക്കൈവ്സിലും കേരളത്തിലെ നിയമസഭാ രേഖകളിലും കാണും. അതെടുത്ത് പരിശോധിച്ച് നോക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വയോവൃദ്ധനെതിരെ പീഡന കേസ് കൊടുപ്പിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ മാന്യത പറയാൻ നിൽക്കുന്നോ? ഹലോ, ഞാൻ സഭയിലെ കാര്യം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രീ അനിലിന്റെയും പോയിന്റ്. താങ്കൾ ഉദ്ദേശിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. അല്ല, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴല്ലേ ശ്രീ അയ്യപ്പദാസ് ഈ കേരളത്തിലെ DYFIയുടെ സമരം മുഴുവൻ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സമരത്തിന്റെ ദൃശ്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഉമ്മൻചാണ്ടിയെയും ഈ സരിതാ എസ് നായരെയും കൂട്ടിക്കഴിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവരെ ചെയ്ത് ഈ പിണറായി വിജയൻ എന്നാ സ്റ്റോപ്പ് ഇടാൻ പാടില്ലേ? വലിയ കേഡർ സംവിധാനമായിരുന്നല്ലോ, ഒരു സ്വിച്ച് ഇട്ട് സ്റ്റോപ്പ് ഇടാൻ പാടില്ലായിരുന്നോ? എന്നിട്ട് എന്തിയാ ചെയ്യാത്തത്? ഈ സരിതാ എസ് നായരെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു ഒപ്പ് മേടിച്ച് പരാതി എഴുതി മേടിച്ച് വയോവൃദ്ധനായ ഉമ്മൻചാണ്ടിക്കെതിരെ പീഡന കേസ് ഉണ്ടാക്കിയവരല്ലേ ഈ CPM-കാർ? എന്നിട്ട് ഇവിടെ ഒന്ന് മാന്യത സംസാരിക്കുന്നു. ഇതൊക്കെ കേരളം മറന്നുപോയി എന്നോർത്താണോ ഈ ഗീർവാണം മുഴുവൻ ഈ ചാനലിൽ വന്ന് അടിക്കുന്നത്? ഇനി അതും മാത്രമല്ല, ഇപ്പൊ ഇവരിവിടെ പറഞ്ഞല്ലോ പിണറായി വിജയൻ എന്തോ വലിയ കാരണവരാണെന്നൊക്കെ പറയുമ്പോ ഈ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കാരണവരായിരുന്ന VS അച്യുതാനന്ദനെ ട്രീറ്റ് ചെയ്തതൊക്കെ കേരളം ഓർക്കുന്നില്ലേ? മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ നടക്കാനോ ഇരിക്കാനോ ഇടതു വലത് തിരിയാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? കാരണവന്മാരെന്ന് വെച്ചാൽ എന്താണ്? കാരണവന്മാരെന്ന് വെച്ചാൽ പല സ്വഭാവം കാണും.
അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ഓർക്കേണ്ടത് ഞാനോ അയ്യപ്പദാസോ ഒന്നുമല്ല, ഞങ്ങളാരും ഓർക്കാൻ ഇത് ആഗ്രഹിക്കുന്നുമില്ല, അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. ഇത് ഓർക്കേണ്ടത് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബിയാണ്. കാരണം ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ MA ബേബിയുടെ പഴയ ഗ്രൂപ്പ് നേതാവായിരുന്ന VS അച്യുതാനന്ദനെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള ഓർമ്മയൊക്കെ ശ്രീ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി ഓർക്കണം എന്ന അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഞാനിവിടെ പറഞ്ഞതിൽ വസ്തുതാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഞാൻ 10 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കോവിഡിന്റെ മരണനിരക്കിൽ വസ്തുതാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയില്ല, അല്ലെങ്കിൽ സർക്കാർ ഒരു പരാതി ഇതേവരെ ഉന്നയിച്ചിട്ടില്ല? ഞാൻ പറഞ്ഞ പ്രളയത്തിന്റെ കേസിൽ അതായത് കമ്മീഷൻ റിപ്പോർട്ടിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാർ അതിനെതിരെ മൂവ് ചെയ്തിട്ടില്ല? ഞാൻ പറഞ്ഞ ലഹരി കേസുകളുടെ വർധനവിൽ 2016 തൊട്ട് 24 വരെയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരിയുടെ വർധനവ് ഉണ്ടായത് എന്നുള്ള കണക്കിൽ വസ്തുതാവിരുദ്ധമായ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പൊ പ്രതിരോധിക്കാം. ഞാൻ പറഞ്ഞ ബാറുകളുടെ എണ്ണത്തിന്റെ കണക്കിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രതിരോധിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്താണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.